നമ്മളിപ്പോൾ കാണുന്നത് വെറും ഒരു അയൽ രാജ്യത്തെ ഭരണമാറ്റമാണോ അതോ ഭാരതത്തിന്റെ ഭൂപടത്തെയും ആഭ്യന്തര സുരക്ഷയും ലക്ഷ്യം വെച്ചുള്ള ഒരു വമ്പൻ അന്താരാഷ്ട്ര ഗൂഢാലോചനയാണോ? ബംഗ്ലാദേശ് കത്തുമ്പോൾ ഹിന്ദുക്കളുടെ ചോര വീഴുമ്പോൾ പലരും പറയുന്നത് ഡീപ് സ്റ്റേറ്റ് ആഗ്രഹിക്കുന്നത് ഒരു ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം ആണെന്നാണ്. എന്നാൽ ഞാൻ പറയുന്നു അതല്ല സത്യം. ഒരു നേരിട്ടുള്ള യുദ്ധത്തെക്കാൾ ഭീകരമായ മറ്റൊന്ന് അവർ ഇന്ത്യക്കായി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കാരെ കൊണ്ട് ഇന്ത്യക്കാരെ തന്നെ തല്ലിക്കുന്ന, നമ്മുടെ തെരുവുകളെ ചോരക്കളമാക്കുന്ന ഒരു ആഭ്യന്തര യുദ്ധം അഥവാ സിവിൽ വാർ. എന്തുകൊണ്ടാണ് അവർ ഒരു യുദ്ധത്തിന് മുതിരാത്തത്? എന്തുകൊണ്ടാണ് ചിക്കൻ നെക്ക് കോറിഡോറിൽ ഇന്ത്യയെ തൊടാനായി അവർ ഭയപ്പെടുന്നത്? മോദി സർക്കാരിനെ വീഴ്ത്താൻ അവർ ഉപയോഗിക്കുന്ന പുതിയ ടൂൾ കിറ്റ് എന്താണ്? ഒട്ടും വൈകാതെ തന്നെ ഇതിന്റെ യാഥാർത്ഥ്യം നമുക്ക് പരിശോധിക്കാം. ഈ വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം ഇത് നിങ്ങളുടെയും എന്റെയും ഈ രാജ്യത്തിന്റെയും സുരക്ഷയെക്കുറിച്ചാണ്. ബംഗ്ലാദേശിലെ സാഹചര്യം മുൻനിർത്തി ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിന് സാധ്യതയുണ്ടെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഈ വാദത്തിന് യാതൊരു ലോജിക്കുമില്ല. അത് മാത്രമല്ല, ഇത് തീർത്തും അടിസ്ഥാനരഹിതവുമാണ്. എന്തുകൊണ്ട്? അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയുടെ തകർച്ചയാണ്, അല്ലാതെ ഇന്ത്യ ഒരു യുദ്ധവിജയിയായി മാറ്റുക എന്നതല്ല. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ എന്ത് സംഭവിക്കും? 1971 ചരിത്രം നമുക്കറിയാം. ഒരു യുദ്ധ സാഹചര്യം വന്നാൽ ഇന്ത്യക്കാർ ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്ന് ഒരുമിച്ച് നിൽക്കും. അത് ഇന്ത്യയുടെ ദേശീയതയെ കൂടുതൽ ദൃഢമാക്കും. മാത്രമല്ല, ഇന്ന് ഇന്ത്യ കൈവരിച്ചിട്ടുള്ള ഇന്നോവേറ്റീവ്, ലോ കോസ്റ്റ്, ഹൈ എഫിഷ്യന്റ് ആയുധങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരു വലിയ അവസരമാക്കി ഇന്ത്യ ഈ യുദ്ധത്തെ മാറ്റും. ഫലം എന്തായിരിക്കും? ആഗോള ഡിഫൻസ് മാർക്കറ്റിൽ ഇന്ത്യയുടെ ആയുധങ്ങളുടെ വിപണി മൂല്യം കുതിച്ചുയരും. അറിയാലോ, അമേരിക്കയുടെയും ഡീപ് സ്റ്റേറ്റിന്റെയും ആയുധ വിപണിക്ക് ഭീഷണിയാകുന്ന രീതിയിൽ ഇന്ത്യ ഒരു ആഗോള ശക്തിയായി മാറും. ഇത് ഡീപ് സ്റ്റേറ്റ് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒന്നാണ്. അത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഒരു ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയുടെ ആയുധത്തിന് വന്ന ഡിമാൻഡ് ലോകം കണ്ടതാണ്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ യഥാർത്ഥ ലക്ഷ്യം ഇന്ത്യയെ രാഷ്ട്രീയമായി ഡെസ്റ്റാബിലൈസ് ചെയ്യുക എന്നതാണ്. ഇന്ത്യക്ക് ചുറ്റുമുള്ള പാകിസ്ഥാൻ, ശ്രീലങ്ക, മ്യാൻമർ, ഇപ്പോൾ ബംഗ്ലാദേശ്, ഇവിടെയെല്ലാം അവർക്ക് ഭരണമാറ്റങ്ങൾ കൊണ്ടുവരാനും അസ്ഥിരത ഉണ്ടാക്കാനും സാധിച്ചു. എന്നാൽ ഇന്ത്യയിൽ നിരവധി തവണ ശ്രമിച്ചിട്ടും അവർക്ക് പരാജയം നേരിടേണ്ടി വന്നു. ഏറ്റവും ഒടുവിലത്തെ ശ്രമമായിരുന്നു കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന വോട്ട് ചോരി നാടകം. ജനങ്ങളെ തെരുവിലിറക്കി കലാപം ഉണ്ടാക്കുക എന്നതായിരുന്നു ഇതിന്റെ ഒരേയൊരു ലക്ഷ്യം. എന്നാൽ ഭാരതത്തിലെ ജനങ്ങൾ ആ ചതിക്കുഴിയിൽ വീണില്ല. ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് സിവിലിയൻ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സൈന്യത്തെ ഇറക്കേണ്ടി വരിക, ഭരണകൂടത്തിന് സ്വന്തം ജനതയ്ക്ക് നേരെ വെടിവെക്കേണ്ടി വരിക, അത്തരമൊരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാക്കുക എന്നതാണ് ഡീപ് സ്റ്റേറ്റ് ആഗ്രഹിക്കുന്നത്. സൈന്യം സ്വന്തം ജനതയെ കൊന്നു എന്ന് അന്താരാഷ്ട്ര തലത്തിൽ നരേറ്റീവ് സൃഷ്ടിക്കാനും മോദി സർക്കാരിനെ ഒരു ഏകാധിപതിയായി മുദ്രകുത്താനും അവർ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പലതവണ ജൻസി വിപ്ലവത്തിന് ആയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ വരെ നമ്മൾ കണ്ടു. പലരും ഭയപ്പെടുന്നതാണ് 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി കോറിഡോർ. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ബാക്കി ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ഈ ഞരമ്പ് മുറിച്ചാൽ ഇന്ത്യ വിഭജിക്കപ്പെടുമെന്ന് പലരും കരുതുന്നു. എന്നാൽ ഇതിന്റെ സൈനിക വശത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഈ 22 കിലോമീറ്റർ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ അവിടെ 3 ഗാരിസൺ സൈന്യത്തെയും ബാഗ്ഡോഗ്ര എയർപോർട്ടും പ്രത്യേക എയർ സ്ട്രിപ്പും സജ്ജമാക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശോ മറ്റാരെങ്കിലോ അവിടെ ഒരു തെറ്റായി നീക്കം നടത്തിയാൽ ആ 22 കിലോമീറ്റർ ചിക്കൻ നെക്ക് 220 കിലോമീറ്റർ വീതിയുള്ള ഒരു പാതയായി ഇന്ത്യ മാറ്റും. ഒരുപക്ഷെ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഒരു കടൽ തീരവും സ്വന്തം തുറമുഖവും ലഭിക്കാൻ പോലും ആ നീക്കം കാരണമായേക്കാം. ഇത് ബംഗ്ലാദേശിനും ചൈനയ്ക്കും നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് അവർ സ്വപ്നത്തെ പോലും മുതിരില്ല. അതിർത്തിയിൽ ഇപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണോ? അല്ല എന്ന് പറയേണ്ടി വരും. ഈ കഴിഞ്ഞ ഡിസംബർ 21 BSF ജവാൻ വേദ് പ്രകാശ് പശുക്കടത്തുകാരെ പിടിക്കാൻ ഓടുന്നതിനിടയിൽ അബദ്ധത്തിൽ അതിർത്തി കടന്നു. ബംഗ്ലാദേശ് ബോർഡർ ഗാർഡുകൾ അഥവാ BGB അദ്ദേഹത്തെ പിടികൂടി. ഉടൻ തന്നെ ഫ്ലാഗ് മീറ്റ് നടത്തുകയും വൈകുന്നേരത്തോടെ അദ്ദേഹം സുരക്ഷിതരായി തിരിച്ചെത്തുകയും ചെയ്തു. ഒരു സാധാരണ സാഹചര്യം ആയതുകൊണ്ടാണ് ഇത് നടന്നത്. മുൻപ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ തിരിച്ചു കൊണ്ടുവരാനായി മോദി സർക്കാർ കാണിച്ച ആർജവം ജിയോ പൊളിറ്റിക്കൽ ലോകത്ത് തന്നെ ഇന്ത്യയുടെ ആദരവ് വർദ്ധിപ്പിച്ചതാണ്. ആ ഭയം ഇന്നും നമ്മുടെ ശത്രുക്കൾക്കുണ്ട്. കള്ളക്കടത്തുകാരും നുഴഞ്ഞുകയറ്റക്കാരും അല്ലാതെ മറ്റൊരു വലിയ സൈനിക നീക്കവും അതിർത്തിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മറിച്ച് ബംഗ്ലാദേശിലെ സാമ്പത്തിക തകർച്ച മൂലം അവിടെ നിന്നുള്ള ജനങ്ങൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുന്നതിനെ അഥവാ റിവേഴ്സ് മൈഗ്രേഷൻ, അതിനെ എങ്ങനെ തടയുമെന്ന ആശങ്കയിലാണ് BSF. ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്നത് അതീവ ഗുരുതരമായ വിഷയമാണ്. ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ മൃഗീയമായിട്ടാണ് അവിടെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വെറുമൊരു അക്രമമായി നമ്മൾ കണക്ക് കൂട്ടരുത്. മറിച്ച് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ നടപ്പിലാക്കുന്ന ആസൂത്രിതമായ ജിഹാദി ആക്രമണങ്ങളാണ്. അമേരിക്ക ഫണ്ട് ചെയ്യുന്ന ഈ സംഘടനകളുടെ ലക്ഷ്യം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്നതാണ്. എന്നാൽ ഇതിന്റെ മറ്റൊരു വശം നമ്മൾ കാണണം. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ കൃത്യമായ എഡിറ്റിങ്ങോടെ ലോകമെമ്പാടും പ്രചരിക്കപ്പെടുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയാണ്? ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ രക്തം തിളപ്പിക്കാൻ വേണ്ടിയാണിത്. വികാരം മൂത്ത ഹിന്ദു സംഘടനകൾ ഇന്ത്യയിലെ തെരുവുകളിൽ ഇറങ്ങണമെന്നും
അത് ഇന്ത്യയിലുള്ള മുസ്ലിം ജനതയുമായി വലിയൊരു കലാപത്തിന് വേണ്ടി കാരണമാകണമെന്നും ഡീപ് സ്റ്റേറ്റ് നല്ലതുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടായാൽ അത് ലോക മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകും. സോറോസിന്റെ ആഗോള മാധ്യമ സിൻഡിക്കേറ്റ് മോദിയെ ഹിന്ദു വില്ലനായി ചിത്രീകരിക്കും. കർഷക സമരവും CAA വിരുദ്ധ സമരവും പരാജയപ്പെട്ടയിടത്ത് ഒരു വർഗീയ കലാപം വിജയിപ്പിക്കുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. കുറച്ചുകാലം മുമ്പ് വരെ ഇന്ത്യ വഴി ചരക്ക് നീക്കം നടത്തിയിരുന്ന, ഇന്ത്യയുടെ സഹായത്തോടെ വൈദ്യുതിയും കുടിവെള്ളവും ഉപയോഗിച്ചിരുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ ജനജീവിതം താറുമാറായി. തങ്ങളുടെ കച്ചവടവും വരുമാനവും നഷ്ടമാകുന്നു എന്ന് സാധാരണ ബംഗ്ലാദേശികൾക്ക് വൈകാതെ ബോധ്യപ്പെടും. ഇന്ത്യയെ പിണക്കിയാൽ തങ്ങൾ പട്ടിണിയിലാകുമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ അധിക കാലമൊന്നും വേണ്ടിവരില്ല. അതുകൊണ്ട് തന്നെ ഈ ജിഹാദി ആവേശം അധികകാലം നിലനിൽക്കില്ല. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? RSS സർസംഘ ചാലക് മോഹൻ ഭാഗവത് കൊൽക്കത്തയിൽ പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഭാരത സർക്കാർ ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ചില കാര്യങ്ങൾ പുറത്തു പറയാൻ കഴിയില്ല, പക്ഷെ സർക്കാർ ഇടപെടുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ 3 പ്രധാന കാര്യങ്ങളുണ്ട്. 1, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഒന്നിച്ചു നിന്ന് പ്രതിരോധിക്കണം. 2, ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ അവരെ സഹായിക്കണം. 3, ഭാരത സർക്കാർ ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. വികാരത്തിന് അടിമപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങി നമ്മുടെ രാജ്യത്തെ തകർക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, മറിച്ച് സർക്കാരിൽ വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. വികാരത്തളിച്ചയിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ലോകത്തെ ഹിന്ദുക്കൾക്ക് ആകെയുള്ള അഭയസ്ഥാനം ഭാരതമാണ്. ആ ഭാരതത്തെ തകർക്കാൻ പല ശക്തികളും ശ്രമിക്കും. അവർക്ക് വേണ്ടത് നമ്മൾ തമ്മിലടിച്ച് നശിക്കുന്നതാണ്. ഡീപ് സ്റ്റേറ്റിനെ നിലയ്ക്ക് നിർത്താൻ ഭാരതത്തിനറിയാം. അത് പലതവണ നമ്മൾ തെളിയിച്ചതാണ്. ഒരു ജാഗ്രതയുള്ള പൗരനായിരിക്കുക. സർക്കാരിനെ അവരുടെ പദ്ധതികളുമായി മുന്നോട്ട് പോകാനായി അനുവദിക്കുക. സിവിക് സെൻസ് ഉള്ള ചിന്താശേഷിയുള്ള ഭാരതീയനായിരിക്കുക. ഇതാണ് ഇന്ന് നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ രേഖപ്പെടുത്തുക. ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.